ശരണം അമ്മേ അംബാം വന്ദേ കുരുംബാം സകല ജനനുതാം കോടിലിംഗാലയേശാം ശ്യാമാഭാം രക്തവസ്ത്രാം കരധൃതകരവാളാദിശസ്ത്രാം ഭവാനീം രുദ്രാണീം രൗദ്രരൂപാം നതജനസകലാഭീഷ്ടദാത്രീം ത്രിനേത്രാം സംയുക്താം മാതൃകാഭി പുരഹരതനയാമേവ ലോകാംബികാം താം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലബന്ധനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം പഞ്ചമാധ്യായം. യാജ്ഞവൽക്യൻ ശാപത്താൽ തൻ്റെ ജ്ഞാനം നഷ്ടപ്പെട്ട് വീണ്ടും ദേവിയെ ഭജിച്ച് സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ ജ്ഞാനം നേടിയ കഥയെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അവലോകനം ചെയ്തത്. ഈ അഷ്ടമ അധ്യായത്തിൽ ലക്ഷ്മി, ഗംഗാജി ദേവിമാർ ഭൂമിയിൽ ജനിക്കാനുള്ള കാരണത്തെയാണ് നാരായണ ഋഷി തുടർന്നു കൊണ്ടുപോകുന്നത്. ശ്രീനാരായണ ഉവാച സരസ്വതീതു വൈകുണ്ഠേ സ്വയം നാരായണാന്തികേ ഗംഗാശാഭേന കലഹാത് കലയാ ഭാരതേ സരിൽ. വൈകുണ്ഠത്തിൽ ശ്രീ നാരായണൻ്റെ സമീപം വസിച്ചിരുന്ന സരസ്വതി കലഹം നിമിത്തം ഗംഗാശാപമേറ്റ് അംശകല കൊണ്ട് ഭാരതത്തിൽ ഒരു നദിയായി തീർന്നു എന്ന് പറയാണ്. പുണ്യതീർത്ഥ സ്വരൂപിണിയും പുണ്യപ്രദയും പുണ്യരൂപയുമാണ് ഈ സരസ്വതി നദി. പുണ്യവാന്മാരെല്ലാം അതിൻ്റെ തീരത്താണ് വസിക്കുന്നത്. ആ സരസ്വതി നദി തപസ്വികൾക്ക് തപോരൂപയും തപസ്സിൻ്റെ ഫലസ്വരൂപിയും പാപമാകുന്ന വിറകിനെ ഇരിച്ചു കളയുന്നതായിട്ടുള്ള അഗ്നിസ്വരൂപിയുമാകുന്നു എന്ന് പറഞ്ഞാൽ പാപ വിമോചിനിയുമാകുന്നു എന്നർത്ഥം. ഭൂമിയിലുള്ള മനുഷ്യര നദിയുടെ മഹാത്മ്യമറിഞ്ഞ് അതിലെ പുണ്യജലത്തിൽ വീണ ദേഹം വെടിഞ്ഞാൽ അവർ വൈകുണ്ഠത്തിലെത്തും. ദീർഘകാലം ഹരിസന്നിധിയിൽ മുക്തി നേടി വസിക്കും. ഭാരതത്തിൽ പാപം ചെയ്ത ഒരുവൻ വിനോദത്തിനു വേണ്ടിയായാലും അതിലിറങ്ങി സ്നാനം ചെയ്താൽ അവൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുലോകത്ത് ദീർഘകാലം എത്തിച്ചേരും, വിഷ്ണുപാദം ചേരും എന്ന് പറയുക. സരസ്വതി നദിയുടെ പുണ്യവശങ്ങളാണ് പറയണത്. ചാതുർമാസത്തിലും പൗർണമാസയിലും അക്ഷയ നവമിയിലും അതുപോലെ വ്യതിപാതത്തിലും ഗ്രഹണദിനത്തിലും മറ്റു പുണ്യദിനങ്ങളിലും യാദൃച്ഛികമായിട്ടോ ഏതെങ്കിലും കാരണം കൊണ്ടോ ബോധപൂർവമോ അല്ലയോ സ്നാനം ചെയ്താൽ വൈകുണ്ഠത്തിൽ അവന് ഹരിപ്രാപ്തി ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. സരസ്വതി മന്ത്രമാരാണോ ഒരു മാസം മുടങ്ങാതെ ജപിക്കുന്നത് അവർ എത്ര മൂർഖനായാലും നല്ല ജ്ഞാനികളായിത്തീരുമെന്നതിൽ സംശയമില്ല. ആരാണോ നിത്യവും മുണ്ഡനം ചെയ്തിട്ട് സരസ്വതി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത് ആ മനുഷ്യന് പിന്നീട് ഗർഭവാസം, പുനർജന്മം അനുഭവിക്കേണ്ടി വരില്ല. സരസ്വതി മാഹാത്മ്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിലതെല്ലാം ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു. ഇനി എന്താണ് കേൾക്കേണ്ടത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. അതിന് ചോദ്യമായിക്കൊണ്ട് നാരദര് വീണ്ടും നാരായണ ഋഷിയോട് ചോദിക്കണു. കഥ സരസ്വതീ ദേവി ഗംഗാ ശാപേന ഭാരതേ കലയാ കലഹേനൈവ ബഭൂവ പുണ്യദാസരിൽ. സരസ്വതി ദേവി കലഹം മൂലം ഗംഗയുടെ ശാപത്താൽ കാലാംശം കൊണ്ട് ഭാരതത്തിലെ ഒരു പുണ്യ നദി ആയി തീർന്നു എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് കേൾക്കുന്തോറും ഇതിൽ കേൾക്കാനുള്ള കൗതുകം, ജിജ്ഞാസ വർദ്ധിച്ചു വരികയാണ്. സംപൂജ്യമായിട്ടുള്ള സരസ്വതിയെ ഗംഗ എന്തിനു വേണ്ടിയാണ് ശപിച്ചത്? സദാ പുണ്യപ്രദയും സുഖപ്രദയുമായ ആ സരസ്വതി ദേവി സത്വ സ്വരൂപമാണല്ലോ. മാത്രമല്ല അതുപോലെ തന്നെയാണ് ഗംഗയും. തേജസ്വികളായ രണ്ടുപേരുടെയും കലഹത്തിനുള്ള കാരണം എന്താണ്? ഇത്തരം കഥകൾ പുരാണങ്ങളിൽ ദുർലഭമായിട്ടാണല്ലോ കാണപ്പെടുന്നത്. അതുകൊണ്ട്
അതിനെ വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് നാരദൻ ചോദിച്ചു. അപ്പോഴാണ് ആ കഥയെ വിസ്തരിച്ച് പറയാൻ തുടങ്ങുന്നത്. ശ്രീനാരായണ ഉവാച ശൃണു നാരദ വക്ഷ്യാമി കഥാമേതാം പുരാതനീം യസ്യ ശ്രവണമാത്രേണ സർവപാപാൽ പ്രമുച്യതേ. ആ പുരാണ കഥ ഞാൻ പറയാം, കേട്ടോളൂ. ഈ കഥ ആരാണോ ശ്രവിക്കുന്നത് അവർക്ക് സർവപാപങ്ങളിൽ നിന്നും അവർക്ക് വിമോചനം കിട്ടും എന്ന് ഫലശ്രുതി ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട്, അല്ലേ? സാധാരണ ഫലശ്രുതി അവസാനമാണ് പറയുക. കഥ പറഞ്ഞതിന് ശേഷം ഈ കഥ പറഞ്ഞാൽ, കേട്ടാൽ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ ഈ ഫലം ഉണ്ടാവും എന്ന് ഫലശ്രുതി പറയാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, കഥ പറയുന്നതിന് മുമ്പ് തന്നെ ആ ഫലശ്രുതി ആദ്യം പറയുക നാരായണ ഋഷി. ഇപ്പം എന്താ ആദ്യം തന്നെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കതിൽ ജിജ്ഞാസ കൂടും, അല്ലേ? അപ്പോൾ ഈ കഥ കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ സർവ്വപാപങ്ങളും തീരും എന്ന് പറഞ്ഞാൽ ഈ കഥ കേട്ടാൽ മതി. ഇരിക്കുന്ന സത്സംഗങ്ങളിൽ വെച്ച്, അല്ലാതെ ഇപ്പോൾ സരസ്വതി നദിയിൽ പോയി അവിടെ ഈ പറഞ്ഞതുമാതിരി സ്തുതിച്ച് അതിലൊക്കെ സ്നാനം ചെയ്ത് വരാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരുമോ? ശരീരത്തിൻ്റെ അസൗകര്യങ്ങളുണ്ടാവും, പോയിട്ട് വരാനുള്ള കഷ്ടങ്ങൾ, ചെലവുകൾ ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യണ്ട. വെറുതെ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ വെച്ചിട്ട് ഈ കഥാശ്രവണം കേട്ടാൽ തന്നെ സർവ്വപാപങ്ങളും ഹരിക്കപ്പെടും എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് കഥാശ്രവണത്തിൻ്റെ മഹിമ എന്ന് പറയണത്. കഥ തുടർന്ന് കൊണ്ട് പറയണു. ലക്ഷ്മിയും സരസ്വതിയും ഗംഗയും സദാ വിഷ്ണു സന്നിധിയിൽ വസിക്കുന്നവരാണ്. ഹരിയുടെ സന്നിധിയിൽ അവർ സദാ പരസ്പരം സ്നേഹത്തോടുകൂടി തുല്യനിലയ്ക്ക് വർത്തിക്കുകയും ചെയ്യണോ. അങ്ങനെ ഇരിക്കുന്നത് സമയത്ത് ഒരു ദിവസം ഗംഗ പ്രേമപൂർവം പുഞ്ചിരി തൂക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും കടാക്ഷിച്ച വിഷ്ണുവിൻ്റെ മുഖഭാവം നോക്കി രസിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ മുഖസൗന്ദര്യം നോക്കി വിഷ്ണുവും ഉടൻ ഒന്ന് പുഞ്ചിരിച്ചു. അത് കൊണ്ടുകൊണ്ടിരുന്ന ലക്ഷ്മി ക്ഷമിച്ചു. പക്ഷേ സരസ്വതിക്കാകട്ടെ ആ ചാബല്യം ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. സത്വസ്വരൂപിയായ ലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. മനസ്സിലാക്കിയെങ്കിലും ക്രോധാവിഷ്ടയായി തീർന്ന സരസ്വതി തീരെ ശാന്തയായില്ല. അവളുടെ മുഖം തുടുത്തു, കണ്ണു കലങ്ങി, കാമവേശത്താൽ കോപിച്ച് ചുണ്ടുകളൊക്കെ വിറച്ച് ഭർത്താവിനോട് പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ഗംഗ വിഷ്ണുവിനെ നോക്കി കുറച്ച് പ്രേമത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ സല്ലാപിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അസൂയ ഉണ്ടായി എന്ന് പറയാം. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആർക്ക്? സരസ്വതിക്ക്. ലക്ഷ്മിക്ക് ഭഗവാന്റെ പത്നിയാണ്, പക്ഷേ ലക്ഷ്മിക്ക് അതിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ സരസ്വതി ദേവിക്ക് കുറച്ചൊക്കെ അസൂയ ഉണ്ടായി. ലക്ഷ്മി ദേവി സരസ്വതിയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ